നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഓർമ്മകൾ ഇരമ്പി വരുന്ന കടപ്പുറമാണിത്. എത്രയെത്രയോ ചരിത്ര സന്ദർഭങ്ങൾക്ക് വേദിയായിട്ടുള്ള, അതിനെ വേദിക പണിതുയർത്തിയിട്ടുള്ള മഹാസ്ഥലമാണ്. ദീർഘമായി സംസാരിക്കുന്നില്ല, പറഞ്ഞതൊന്നും ആവർത്തിക്കുന്നുമില്ല. ഇവിടെ മുഴങ്ങിയ വാക്കുകൾക്ക് നിങ്ങളെപ്പോലെ കാതോർത്തിരുന്നവനാണ് ഞാനും. പ്രിയപ്പെട്ട PMA സലാം സാഹിബിന്റെ വഖഫ് ഭേദഗതി നിയമത്തിന്റെ വ്യത്യസ്ത വശങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന സൂക്ഷ്മതല സ്പർശിയായിട്ടുള്ള സ്വാഗത പ്രസംഗം മുതൽ പാർലമെന്റിൽ നടന്ന നടപടികളടക്കം ഇവിടെ വിശദീകരിച്ചുകൊണ്ട് അല്പം മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കം, അതിനിടയിൽ അഭിവന്ദനായ നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിങ്ങളോട് മന്ത്രിച്ചു പറഞ്ഞു, ഉച്ചത്തിൽ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു, കൈകൾ ഉയർത്തേണ്ടപ്പോൾ കൈകൾ ഉയർത്തി മതേതര ഇന്ത്യയുടെ പ്രതിനിധികളെ അഭിവാദ്യം ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ നിങ്ങൾ കേട്ടനുസരിച്ചു. അനന്തരം തന്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഇത് രാജ്യത്തിന് വേണ്ടിയുള്ള സമരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്റെ ചരിത്ര പ്രധാനമായ പ്രസംഗം ഇവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീരഗർജനം പോലുള്ള വാക്കുകൾ നമ്മൾ കേട്ടു. രാഷ്ട്രീയത്തിന്റെ മറിമായങ്ങൾക്കിടയിലൂടെ നമ്മളെ അദ്ദേഹം കൊണ്ടുപോയി കേരള രാഷ്ട്രീയത്തിലെ ജുഗുപ്സാവഹമായിട്ടുള്ള കാര്യങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ചു. പുറത്തു നിന്ന് വന്ന 2 അതിഥികൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെ കർണാടകയിലെയും തെലങ്കാനയിലെയും മന്ത്രിമാർ മതേതര ഇന്ത്യയുടെ ശക്തി എന്തെന്ന് ഒരിക്കൽ കൂടി വെളിവാക്കിക്കൊണ്ടുള്ള ഉന്നതമായ വാക്കുകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്റെ ഓർമ്മകൾ പറകോട്ട് സഞ്ചരിക്കുകയാണ്. സാധാരണ ഹിന്ദിക്കാർ പറയാറുണ്ട് യാദോം കി ബാറാത്ത്. ആ പേരിൽ ഒരു പ്രശസ്തമായ ഹിന്ദി സിനിമയും ഒരു കാലത്ത് ഇറങ്ങിയിരുന്നു. ഓർമ്മകളുടെ ഘോഷയാത്ര എന്നാണ് ഇതിന്റെ അർത്ഥം. പുതിയാപ്പുഴ പോകുന്ന മണവാളൻ ഘോഷയാത്രക്കാണ് ഹിന്ദിക്കാർ ബാറാത്ത് എന്ന് പറയുന്നു. യാദോം കി ബാറാത്ത്, ഓർമ്മകളുടെ മണവാളൻ ചമഞ്ഞുള്ള യാത്ര. നമ്മുടെ മനസ്സിലേക്ക് പലതും കടന്നു വരുന്ന നേരമാണ്. ഈ കടപ്പുറത്ത് നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴൊക്കെ കൂടിയിട്ടുണ്ട്. നമ്മുടെ നേതാക്കൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ കായിദേ മില്ലത്തിന്റെ സ്വരം ഈ മഹത്തായ കടപ്പുറത്ത്, ഈ അന്തരീക്ഷത്തിൽ ലയിച്ചു കിടപ്പുണ്ട്. മഹാനായ ബാഫഖി തങ്ങളുടെ സ്വരം ലയിച്ചു കിടപ്പുണ്ട്. കാലത്തിന് മറക്കാൻ കഴിയാത്ത സിയച്ചിന്റെ ദിഗന്ധങ്ങളിലും ഹൃദന്തങ്ങളിലും മുഴങ്ങിയ ശബ്ദം ഈ കടപ്പുറത്ത് ഇപ്പോഴും ലയിച്ചു കിടപ്പുണ്ട്. ആ ചരിത്രത്തിന്റെ പിന്മുറക്കാരനായിട്ടാണ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മോട് സംസാരിച്ചത്. മുമ്പൊരു കാലത്ത് മുസ്ലിം പേഴ്സണൽ ലോക്കെതിരെ 1980കളിൽ ഇന്ത്യയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനെതിരെ ന്യൂനപക്ഷ സമൂഹം, മതേതരവാദികൾ ഒന്നിച്ച് സംഘടിച്ചു. ഇതുപോലെ ഈ കടപ്പുറത്തും കോഴിക്കോട്ട് മുതലക്കുളത്തും അന്ന് ഉള്ളടക്കത്തിന് മാറ്റമുണ്ടായിരുന്നില്ല, ഒക്കെ ഒന്നാണ്. അന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു നമ്മുടെ മഹാനായകൻ. വസന്തം പോലെ വന്ന് നിലാവ് പോലെ പോയി മറഞ്ഞ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണെന്ന് മുതലക്കുളത്ത് സമ്മേളനത്തിലേക്ക് മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ്വിയെ, വിശ്വപ്രശസ്ത പണ്ഡിതനെ, ഇന്ത്യ മുഴുക്കെ സഞ്ചരിക്കുന്ന പണ്ഡിതനെ, പേഴ്സണൽ ലോയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഭരണഘടനാനുസൃതമായ സമരത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിച്ച് മുതലക്കുളത്തേക്ക് കൊണ്ടുവന്നത്. ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്. ചരിത്രം സ്വയം ആവർത്തിക്കുകയാണ്. ചരിത്രം സ്വയം ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ നിയമങ്ങളും ഭേദഗതികളും കൊണ്ടുവന്ന് അനീതി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് പറയുന്നു, കാലത്തിന്റെ സംക്രമണത്തിൽ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ട പല സംഗതികളും ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിന്റെ ഗതിവിഗതികൾക്കിടയിൽ. ആ പാഠം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. കാലത്തിന്റെ സംക്രമണത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ ഒരാൾക്കും കഴിയില്ല. കാലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിനിടയിൽ സംഭവിക്കുന്നതൊക്കെ സംഭവിക്കും. വലിയ പലതും കണ്ടതാണ് ഈ നാട്, പല ഭരണാധികാരികളെയും കണ്ടതാണ് ഈ ലോകം. അവരൊക്കെ ഇന്നെവിടെ?
അവരൊക്കെ എവിടെ പോയിരിക്കുന്നു? ഹിറ്റ്ലർ, മുസോളിനി, അവരൊക്കെ എവിടെ പോയിരിക്കുന്നു? കാലത്തിന്റെ സംക്രമണത്തിൽ മാറി നിർത്താൻ ആർക്കും കഴിയില്ല. സമാനാക്കി ഗർദിഷ് സേ ചാരാ നഹീ ഹേ, ഒരിക്കലും കാലത്തിന്റെ സംക്രമണത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരാൾക്കും സാധിക്കില്ല. സമാന ഹമാരാ തുംഹാരാ നഹീ ഹേ, കാലം നിങ്ങളുടേതുമല്ല നമ്മുടേതുമല്ല, കാലം ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് കാലത്തിന്റെ നായകൻ. കാലം ആരുടെയും അടിമപ്പണി എടുക്കുന്നവരല്ല, കാലം മാറി വന്നുകൊണ്ടേയിരിക്കും. ഇന്ത്യയിലും കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ പലതും ഉണ്ടായിരിക്കുന്നു, പല മാറ്റങ്ങളും ഉണ്ടായിരിക്കുന്നു. പക്ഷേ അതിനിടയിൽ വേണ്ടപ്പെട്ടവർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ, മാറാതെ മറയാതെ ഒന്നുണ്ട്. അതാ ആ കാണുന്ന പച്ചക്കൊടിയാണ്. പടിഞ്ഞാറൻ കാറ്റിൽ, അറബിക്കടലിൽ നിന്ന് വരുന്ന കാറ്റിൽ അതാ കിഴക്കോട്ട് അടിച്ചു വീശുന്ന പത്തര മാറ്റിന്റെ പവൻ കണക്കെ തിളക്കത്തോടെ ജ്വലിച്ചു നിൽക്കുന്ന ആ പച്ചക്കൊടി, അത് ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള മതേതരത്വത്തിന്റെ കൊടിയാണ് ആ പറക്കുന്നത്. മതേതരത്വത്തിന്റെ കൊടിയാണ് ആ പറക്കുന്നത്. മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് മതേതരവാദിയാവുക, to be religious and to be secular. അത് ഒരേ നാണയത്തിന്റെ 2 വശമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ നേതാക്കളാണ്. ഗാന്ധി മഹാനുഭാവനാണ് ഞങ്ങളെ അത് പഠിപ്പിച്ചത്. നീ മതവിശ്വാസിയാവുക, മതേതരവാദിയാവുക. ഗാന്ധിയാണ് ഞങ്ങളെ അത് പഠിപ്പിച്ചത്. പിന്നെ അത് പഠിപ്പിച്ചത് കായിക മില്ലത്താണ്. അത് പഠിപ്പിച്ചത് മൗലാന അബുൽ കലാം ആസാദാണ്. അത് ഞങ്ങളുടെ കണ്ണിൽ കണ്ട അതിന്റെ ഏറ്റവും വലിയ തേജസ്സാർന്ന രൂപമായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മതമാണ്, മതേതരത്വമാണ്. ആ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിൽ അഗ്നിബാധയുണ്ടായപ്പോൾ, ഈ നാട് മുഴുവൻ വറങ്ങലിച്ചു നിന്നപ്പോൾ, ആരോ ചെയ്തതാകാം, വല്ല വർഗീയവാദിയാകാം, സാമൂഹിക വിരുദ്ധനാകാം, മാനസിക രോഗിയാകാം, ആര് ചെയ്താൽ എന്ത്? ഒരു തീക്കൊള്ളി മതി, ഒരു തീക്കൊള്ളി മതി. ഒരു ബഹുസ്വര സമൂഹത്തിൽ, പ്രത്യേകിച്ചും വൈകാരികമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക സംവിധാനത്തിൽ എല്ലാം തകർക്കാൻ ഒരു തീപ്പൊരി മതി. അങ്ങനെ നാടിനെ സ്നേഹിക്കുന്നവർ, സമാധാനകാംക്ഷികൾ നെഞ്ചിൽ കൈ പിടിച്ച്, ഹൃദയം താങ്ങി പിടിച്ചു നിന്നപ്പോഴാണ് രാവിലെ ടെലിവിഷനിൽ അവർ കാണുന്നത് അങ്ങാടിപ്പുറം അമ്പലത്തിന്റെ മുമ്പിൽ ഒരു വെളുത്ത രൂപം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കൂടെ അമ്പലത്തിന്റെ മുറ്റത്തെത്തി പൂജാരി സ്വീകരിക്കുന്ന രംഗം ഈ നാട് കണ്ട ദിനം നാട് മറക്കില്ല. ഞങ്ങളുടെ പണി അതാണ്. ഞങ്ങൾക്ക് ഭിന്നിപ്പിച്ച ചരിത്രമില്ല, അകൽച്ചയുണ്ടാക്കിയ ചരിത്രമില്ല, വാക്കുകൊണ്ട് ബോംബിട്ട ചരിത്രമില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി ആരെങ്കിലും ഒരു ബോംബിട്ടാൽ ബോംബിന്റെ പ്രത്യാഘാതം ഇത്ര കിലോമീറ്റർ കണക്കുണ്ട്. കേരളത്തിൽ ചിലർ വൈകുന്നേരമാകുമ്പോഴേക്ക് ഛർദിക്കുന്ന വാക്ക് ബോംബുകൾ, അത് 1 മാസവും 2 മാസവും മാത്രമല്ല, എത്രയോ ദിക്കുകളിൽ അത് അകൽച്ചയുണ്ടാക്കുന്നു. പ്രിയമവരന്റെ യതൻ പ്രിയം, സ്വകീയ പ്രിയമവരപ്രിയം ഇപ്രകാരമാകും. നയമതിനാലേ നരന് നന്മ നൽകും ക്രിയവരപ്രിയ ഹേതുവായി വരേണം. അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണനഥോ മുഖനായി കിടന്നു ചെയ്യുന്ന അപജയകർമ്മം അവന് വേണ്ടി മാത്രം. ഇനി പറയുന്ന 4 വരി കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും. നാരായണ ഗുരുവിന്റെ മരിക്കാത്ത വാക്കുകളാണ്. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയവരന് സുഖത്തിനായി വരേണം. സ്വന്തം സുഖത്തിന് ചെയ്യുന്ന കാര്യം പോലും മറ്റുള്ളവന്റെ സുഖത്തിനായി വരണമെന്ന് പഠിപ്പിച്ച നാരായണ ഗുരുവിന്റെ നാടാണ് ഇന്ത്യ. അതാണ് ഈ കേരളം. ആ പാരമ്പര്യമാണ് ഇവിടെ നിലനിർത്തേണ്ട പാരമ്പര്യം. ആ മതേതരത്വ പാരമ്പര്യമാണ്. അതുകൊണ്ട് അന്ന് അങ്ങനെ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന്റെ മുമ്പിൽ നന്മയുടെ മൈത്രിയുടെ മഹാസംരംഭം വിജയിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നിവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞില്ലേ, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഞാനും പോയി എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ മുനമ്പത്തിലും പുതിയ സൗഹൃദത്തിന്റെ സൂര്യോദയം ഉണ്ടാക്കാൻ കേരളീയ സമൂഹത്തിന് സാധിക്കും. ശുഭാപ്തി വിശ്വാസികളാവുക. Let us be optimistic. ശുഭാപ്തി വിശ്വാസികളാവുക. അതുപോലെ ഇന്ത്യയിൽ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുന്ന ന്യൂനപക്ഷങ്ങളെ അടിച്ചൊതുക്കാമെന്ന് ശ്രമിക്കുന്നവരോട് ഞാൻ പറയുന്നു, ദയവ് ചെയ്ത് ദൈവത്തെ ഓർത്ത്, നാടിനെ ഓർത്ത്, നാടിന്റെ ചരിത്രത്തെ ഓർത്ത്
ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനില്ലേ കേന്ദ്ര ഗവൺമെന്റ്? എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്? ഇവിടെ കുട്ടികൾക്ക് തൊഴിലില്ല. അൺഎംപ്ലോയ്മെന്റിന്റെ റേറ്റ് ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. ഇവിടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുതിച്ചു കയറുകയാണ്. കർഷകർ ഇപ്പോഴും സമരത്തിലാണ്. ഇന്നലെ ഒരു കർഷകൻ, മലയാളിയാണ്, അദ്ദേഹം പറഞ്ഞു, സമരത്തിന് പോയതായിരുന്നു ഡൽഹിയിൽ. ഞങ്ങളെ ചർച്ചക്ക് കഴിഞ്ഞിട്ട് 4 ദിവസം ജയിലിലിട്ടു എന്ന് പറഞ്ഞു. ചർച്ചക്ക് പോയ കർഷക നേതാക്കളെ. ദളിതർക്ക് പ്രശ്നമുണ്ട്. മാധ്യമ പ്രവർത്തകർ ഇതാ ഇവിടെ വന്നിരിക്കുന്നു. ഈ രാത്രി വൈകിയിട്ടും മുസ്ലിം ലീഗിന്റെ ഈ ആശയങ്ങളോട്, ഈ നയത്തോട്, ഈ മതേതരത്വ സംവിധാനത്തോട് കൂറ് പുലർത്തുന്ന മാധ്യമ പ്രവർത്തകർ, അവർ നമ്മുടെ സമ്പത്താണ്, നമ്മുടെ അഭിമാനമാണ്. മാധ്യമ പ്രവർത്തകർക്ക് പ്രശ്നങ്ങളില്ലേ ഇവിടെ?